ഇന്നലെ 25 കോടി രൂപയുടെ ഭാഗ്യശാലിയുടെ നമ്പർ പുറത്തു വന്നു. പക്ഷേ ഇപ്പോഴും ഭാഗ്യശാലി കാണുന്നില്ല. ഭാഗ്യശാലി കാണാമറയത്താണ്, ഭയന്ന് പുറത്തിറങ്ങാത്താണോ എന്ന് പോലും സംശയമുണ്ട്. കാരണം അത്യാവശ്യം പൈസ ഉണ്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ ആവശ്യക്കാരുടെ വലിയ ക്യൂ അദ്ദേഹത്തിൻ്റെ വീട്ടുവളപ്പിൽ ഉണ്ടാകും എന്നതുകൊണ്ട് ഇനി ഒളിച്ചിരിക്കുകയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും കൊച്ചി നെട്ടൂരിലെ ലതീഷ് എന്ന ലോട്ടറി ഏജന്റാണ് ഈ ഭാഗ്യം കിട്ടിയത്. ഒന്നാം സമ്മാനം മേടിച്ച ലോട്ടറി വിറ്റത് ലതീഷാണ്. ലതീഷ് തന്നെ ഇത് അറിഞ്ഞ് മതിമറന്നുപോയി. 2.5 കോടി രൂപ പത്തായത്തിൽ കിട്ടും എന്ന് മാത്രമല്ല അദ്ദേഹത്തിന്, നെട്ടൂർക്കാർക്കാർക്കെങ്കിലും ഈ ലോട്ടറി അടിക്കണേ എന്ന പ്രാർത്ഥനയിലാണ് അദ്ദേഹം. എന്തായാലും നെട്ടൂരും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായി ലോട്ടറി അടിച്ച ഭാഗ്യവാനെ തേടി ആളുകൾ ഓടുകയാണ്. കൂടെ TV ചാനൽ ക്യാമറകളും. നെട്ടൂരിൽ നിന്ന് ശ്യാംകുമാർ തത്സമയം ചേരുകയാണ്. ശ്യാം, ഗുഡ് മോർണിംഗ്. ഈ ഭാഗ്യശാലി ചിലപ്പോൾ ഞാൻ ഈ പറയുന്നത് കേൾക്കുന്നുണ്ടാകും, എടാ മോനെ ഞാൻ പുറത്ത് വരത്തില്ല എന്ന് ചിലപ്പോൾ അവിടെ നിന്ന് പറയുന്നുണ്ടാകും. കാര്യം 14-15 കോടി ചിലപ്പോൾ കൈ കിട്ടുന്ന കാര്യമാണ് ഈ ടാക്സൊക്കെ കഴിഞ്ഞ്. അപ്പോൾ കൃത്യമായിട്ടുള്ള എമൗണ്ട് ആണെന്ന് എനിക്കറിയില്ല. അപ്പോൾ അത് നാട്ടുകാർ അടിച്ചു മാറ്റാതിരിക്കാൻ അദ്ദേഹത്തിൻ്റെ ഈ വാനപ്രസ്ഥം ആവശ്യമാണെന്ന് തോന്നുന്നു. പറയും. എസ് കെ എൻ പറഞ്ഞ പോലെ ഈ ലോട്ടറി ഫലം വന്ന് ഏകദേശം 12 മണിക്കൂറുകളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ആർക്കാണ് ആ ഭാഗ്യവാനെന്ന് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇപ്പോൾ ഈ ലതീഷന്റെ കടയുടെ മുന്നിൽ ഇങ്ങനെ ഒരു തിരുവോണം ബെമ്പർ 25 കോടി ഇവിടെ തന്നെ അടിച്ചിരിക്കുന്നു. അതിൽ 500 രൂപയുടെ നോട്ടുകെട്ടിൻ്റെയൊക്കെ പടം കാണിച്ചുകൊണ്ടാണ് ഈ ഫ്ലെക്സ് സ്ഥാപിച്ചിരിക്കുന്നത്. പക്ഷേ അപ്പോഴും ഭാഗ്യവാനെ മാത്രം കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഭാഗ്യവാൻ വന്നാൽ ഇതുപോലെ വലിയ നോട്ടുകെട്ടുകളൊക്കെ സർക്കാർ കൊടുക്കാൻ തയ്യാറാകും. പക്ഷേ ഭാഗ്യവാനെ കിട്ടിയിട്ടില്ല. ലതീഷന്റെ കടയിൽ രാവിലെ കച്ചവടം നടക്കുന്നുണ്ട്. എല്ലാ ദിവസവും 7 മണിക്ക് തുറക്കുന്ന കടയാണ്. ലതീഷേട്ടാ, ഇന്നലെ പറഞ്ഞു നെട്ടൂരുകാർക്ക് അടിക്കട്ടെ എന്ന് പറഞ്ഞു. എനിക്കൊരു സംശയം, ഇനി നെട്ടൂരും കഴിഞ്ഞ് ആലപ്പുഴയ്ക്ക് വല്ലതും ടിക്കറ്റ് പോയിട്ടുണ്ട്? ഇല്ല, നെട്ടൂരുകാരൻ തന്നെയാണെന്നുള്ള ഏകദേശമൊക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. ആളെ മനസ്സിലായിട്ടില്ല എങ്കിലും എൻ്റെ ഒരു ഫ്രണ്ടിന് ടിക്കറ്റ് ഇന്നലെ രാത്രി വാട്സപ്പിൽ കാണിച്ചു കൊടുത്ത്. എൻ്റെ ഒരു ഫ്രണ്ടിന് ഇപ്പം കിട്ടിയ വാർത്തയാണ്, അവരോടൊന്നും പറഞ്ഞില്ല, ഇപ്പം കിട്ടിയ വാർത്തയാണ്, വാട്സപ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. നാളെ രാവിലെ നമുക്ക് ആള് തെളിയും, ഉറപ്പാണ്. അതൊരു പുതിയ വാർത്തയാണ്. അതായത് ആള് ടിക്കറ്റ് അടിച്ച ഒന്നാം സമ്മാനക്കാരൻ നെട്ടൂരുകാരനാണ്. ആ ടിക്കറ്റ് ലതീഷന്റെ കൂട്ടുകാരൻ കണ്ടു. പുള്ളിനെ രാത്രി വാട്സപ്പിൽ 12 മണിക്ക് രാത്രി വാട്സപ്പിൽ കാണിച്ചു കൊടുത്തിട്ടുണ്ട് പുള്ളി ടിക്കറ്റ്. അത് നെട്ടൂരുകാരനാണ്, കൊച്ചിയിൽ വൈഫ് ഹൗസ് ഉള്ള ഒരാളാണെന്നുള്ളതാണ് ഇപ്പോഴുള്ള അറിവ്. അത് കറക്റ്റുമാണ് ഏകദേശം. ആളെ നാളെ രാവിലെ തിരിച്ചറിയാൻ സാധിക്കും. രാവിലെ തിരിച്ചറിയും. നാളെ രാവിലെ എനിക്കറിയില്ല, ആളെ നാളെ ഉറപ്പാണ്. നെട്ടൂരുകാരനാണെന്നുള്ളവർ ഉറപ്പിച്ച്. ആ ടിക്കറ്റ് ലതീഷേട്ടൻ കണ്ടു? ഞാൻ കണ്ടില്ല, എൻ്റെ ഫ്രണ്ട് കണ്ടതാണ്. അപ്പോൾ പുള്ളി എന്നോട് ഇപ്പം പറഞ്ഞതല്ലേ ജസ്റ്റ് ഈ കാര്യം, ഈ സാധനം. ഈ വാർത്ത 24-ലൂടെയാണ് ആളുകൾ അറിയുന്നത് ആദ്യമായിട്ട്. ഉറപ്പാണ്. അല്ല, ഇപ്പം പറഞ്ഞാണ്, മറ്റുള്ള ചാനലുകാരൊക്കെ പോയതിന് ശേഷം പറഞ്ഞ കാര്യമാണിത്. അത് കറക്റ്റായിട്ട് കാര്യം. നാളെ രാവിലെ കറക്റ്റ് അറിയാൻ സാധിക്കും. ഞാൻ കണ്ടില്ല. ഇപ്പം എന്നോട് ഇപ്പോൾ വന്ന ഒരാൾ പറഞ്ഞാണ്, ഈ അകത്ത് നിൽക്കുന്ന ഈ 3 പേരിൽ ഒരാൾ എന്നോട് വന്ന് ഇപ്പം പറഞ്ഞാണ് ഈ കാര്യം. എന്നെ പോലെ വരും. ഈ കൊച്ചി സ്വദേശിയാണോ? അപ്പോൾ അത് കൊച്ചി സ്വദേശി അല്ല, നെട്ടൂരുകാരനാണ്. നെട്ടൂർ താമസിക്കുന്ന ആളാണ്. നമുക്കതുകൊണ്ടൊരു ആകാംക്ഷ ഉണ്ടായിരുന്നു, നെട്ടൂർ താമസിക്കുന്ന ആളാകണമെന്നുള്ള. ഇവിടെ ഇരുന്ന 3 പേര് പോയി, അവസാനം മിച്ചമുണ്ടായിരുന്ന ഈ ചേട്ടൻ മാത്രമാണ്. ചേട്ടാ, അറിയില്ല, ഞാനല്ല. അങ്ങനെ ആ ഭാഗ്യശാലി ആരാണെന്നുള്ളതിന്റെ സസ്പെൻസ് 24-ലൂടെ ലതീഷേട്ടൻ തന്നെ പുറത്തു വിട്ടിരിക്കുന്നു. നെട്ടൂർ സ്വദേശിയാണെന്ന് ഉറപ്പിച്ചിരിക്കുന്നു. ആ ടിക്കറ്റ് ഈ ലതീഷേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ കാണുകയും ചെയ്തിട്ടുണ്ട്. അത് നാളെ രാവിലെ നെട്ടൂർ സ്വദേശിയായ ആ ഭാഗ്യവാൻ ആരാണെന്ന് അറിയാമെന്നാണ് പറഞ്ഞത്. ഇവിടെ ഉണ്ടായിരുന്ന ഒരാൾ ഈ ചേട്ടനാണ്. ചേട്ടാ, ആരാണെന്ന് ഒരു സൂചനയില്ല ഇതുവരെ. അതില്ല, വെറുതെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എന്തായാലും നെട്ടൂരുകാരനാണെന്ന് അറിയാൻ പറ്റും. ഞങ്ങൾ ഇന്നലെ പോലെ അറിയുന്നൊരു കേസാണ്. നെട്ടൂരിൽ താമസിക്കുന്ന ആൾക്കാരിന് ഇന്നലെ ഞങ്ങൾക്ക് ഇന്നലെ പോലെ അറിയായിരുന്നു. പക്ഷെ അത് കൺഫേം ചെയ്യാൻ പറ്റിയില്ല. നാളെ രാവിലെ അറിയാൻ പറ്റും എന്ന് വിശ്വസിക്കുന്നു. എന്നേലും കൂടി രതീഷ് ഇതിൻ്റെ പുറകെ അന്വേഷണം നടക്കുകയാണ്. കാര്യം രതീഷിന് കൈ കൊടുക്കണമെന്നുണ്ട് ആൾക്ക്. ഇവിടെ ഒന്ന് ടിക്കറ്റ് എടുത്ത് രതീഷിനും ഒരു ഇത് നൽകി ആൾക്കൊന്ന് ക്ഷയിക്കാൻ കൊടുക്കണമെന്ന് രതീഷിനൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ പുള്ളി അന്വേഷണം നടക്കുകയാണ്. എസ് കെ എൻ, നമ്മളിലൂടെ ലതീഷേട്ടൻ പുറത്തുവിട്ട വാർത്ത ഇതാണ്. നെട്ടൂരുകാരന് തന്നെയാണ് ടിക്കറ്റ് അടിച്ചിരിക്കുന്നത്. ആ ടിക്കറ്റ് ലതീഷേട്ടൻ്റെ ഒരു കൂട്ടുകാരൻ കണ്ടു കഴിഞ്ഞു. നാളെ രാവിലെ ആരാണ് ആ ഭാഗ്യവാൻ എന്നുള്ള വിവരം പുറത്തു വരും എന്നുള്ളതാണ്. ഏതായാലും ഒരു ദിവസത്തിന്റെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. ഇന്നലെ മുതൽ എല്ലാവരും തിരക്കി നടക്കുകയാണ്, ആരാണ് 25 കോടിയുടെ ഭാഗ്യവാൻ എന്ന്. പക്ഷേ ഇതുവരെ അറിഞ്ഞില്ലായിരുന്നു. അല്പസമയം മുമ്പാണ് ലതീഷേട്ടൻ 24-ലൂടെ ആ വാർത്ത പ്രേക്ഷകരെ അറിയിക്കുന്നത്. നെട്ടൂരുകാരനായ ഒരാളാണ്. ആ ടിക്കറ്റ് ഇന്നലെ രാത്രി വാട്സാപ്പിലൂടെ അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് കാണുകയും ചെയ്തു. കൊച്ചിയിൽ ഭാര്യ വീടുള്ള ഒരാളാണ്. നാളെ രാവിലെ ആ ടിക്കറ്റ് ബാങ്കിൽ ഏൽപ്പിക്കും. രാവിലെ ആ ടിക്കറ്റിനെ കുറിച്ചുള്ള വിവരങ്ങൾ, ആ ഭാഗ്യവാൻ ആരാണെന്ന് കേരളവും ലോകവും അറിയും എന്നുള്ള വിവരമാണ് 24-ലൂടെ ലതീഷേട്ടൻ പങ്കുവച്ചിരിക്കുന്നത്. ഏതായാലും ലതീഷേട്ടൻ്റെ ആ കടയിലേക്ക് തന്നെ നാളെ രാവിലെ ആ ഭാഗ്യവാൻ എത്തുമോ എന്ന് കൂടി ചോദിക്കാം. ലതീഷേട്ടാ, ആ ടിക്കറ്റ് കൊടുക്കുന്ന ആൾ രാവിലെ ഇങ്ങോട്ട് വല്ലതും
ഒന്നും നമുക്കറിയില്ല. നമുക്ക് പുള്ളി പറഞ്ഞൊരു അറിവല്ലാതെ ഒന്നും അറിയില്ല നമുക്ക്. ആളെന്നോട് പറഞ്ഞാണ് ഇന്ന പോലെ രാത്രി കാണിച്ചു തന്നൊന്ന് പുള്ളി പറഞ്ഞതാണ്. അപ്പോൾ നാളെ രാവിലെ പുള്ളി തിങ്കളാഴ്ച രാവിലെ പ്രസൻറ്റ് ചെയ്യും എന്നുള്ള അറിവുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് ഈ കാര്യം. അത്രയുള്ളൂ. ഈ സാധാരണ നെട്ടൂരുകാരാണെങ്കിൽ ഇവിടെ മരട് അന്യസംസ്ഥാന തൊഴിലാളിയല്ല, നെട്ടൂർ താമസിക്കുന്ന ആളാണെന്നാണ് വ്യക്തമായിട്ട് പറഞ്ഞത്. അയാളുടെ ഫ്രണ്ടിനെ ടിക്കറ്റ് രാത്രി കാണിച്ചപ്പോൾ 12 മണിക്ക് കാണിച്ചു കൊടുത്തെന്നാണ് എന്നോട് വിളിച്ച് പറഞ്ഞത്. അതിപ്പോൾ പറഞ്ഞാണ്, ഇവിടെ വന്നപ്പോൾ ഇപ്പം പറഞ്ഞാണ് കേട്ടോ. രാത്രി നിങ്ങൾ എല്ലാ ചാനലുകാരും എന്നെ വിളിച്ച് ചോദിച്ചു ആരാണെന്ന് അറിയാമോ എന്ന് ചോദിച്ചു. പക്ഷെ അറിഞ്ഞില്ല. ഇത് ഇപ്പം പറഞ്ഞ കാര്യമാണ് അറിയാവുന്നത്. ഏതായാലും ഭാഗ്യവാനെ കാത്തിരിക്കാനുള്ള അവസാന സമയത്തിന് വേണ്ടി നമുക്ക് ഇനി ഒരു ദിവസം കൂടി കാത്തിരുന്നാൽ മതി എന്നുള്ളതാണ് അറിയുന്നത്. കെ ശ്യാംകുമാറാണ് വിവരങ്ങൾ നൽകിയത്. ഈ 25 കോടിയുടെ ലോട്ടറി വിറ്റയ നെട്ടൂരിലെ ഏജന്റ് പറയുന്നു, നെട്ടൂരിൽ താമസിക്കുന്ന അന്യസംസ്ഥാന തൊഴിലാളിയല്ലാത്ത ഒരാൾ തന്നെയാണ് 25 കോടിയുടെ ലോട്ടറി അടിച്ച ഭാഗ്യവാൻ എന്നാണ് പറയുന്നത്. ആ ഭാഗ്യശാലി നാളെ പ്രത്യക്ഷപ്പെടും എന്നുകൂടി സൂചനയുണ്ട്. ആ ടിക്കറ്റ് അത് ലതീഷിൻ്റെ സുഹൃത്ത് കണ്ടു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുമ്പോൾ നെട്ടൂരുകാരന് ലോട്ടറി അടിച്ചു 25 കോടിയുടെ എന്ന് നമുക്ക് തൽക്കാലം വിശ്വസിക്കാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.